നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയും, ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും അവിടെ മലയാളികൾ ഉണ്ടാവും. ഈ പോക്കാണെങ്കിൽ ഒരു മൂലയിൽ മാത്രം മലയാളികൾ ഉണ്ടാവില്ല. അത് ഈ കേരളത്തിലായിരിക്കും. രണ്ട് മഹാദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് പ്രളയം, മറ്റൊന്ന് കോവിഡ്. ആ സമയത്ത് നമ്മൾ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ധൈര്യപൂർവ്വം അതിനെ നേരിട്ടു. അതുപോലൊരു മഹാമാരി, ഒരുപക്ഷെ അതിനേക്കാളൊക്കെ വലുത് ഇവിടെ കുറെ നാളുകളായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ മുഴുവൻ വീടുകൾ പരിശോധിച്ചാൽ അതിലൊരു 70% വീടുകളിലും ഒന്നോ രണ്ടോ, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ അന്യരാജ്യങ്ങളിലാണ്. പല വീടുകളിലും നോക്കാൻ ആളില്ലാത്ത പ്രായാധിക്യം ചെന്നവർ മാത്രമായിരിക്കും. തീർച്ചയായും ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ വീഴ്ച കൂടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് മാത്രമാണോ? ഒരിക്കലുമല്ല. ഇവിടുത്തെ മാതാപിതാക്കൾ, അധ്യാപകർ, അവർക്ക് മുന്നേ പോയവർ, ഇവരെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇവർ തീരുമാനിക്കുകയാണ് അവൻ പുറത്തു പോയി ഏത് രാജ്യത്ത് ജീവിക്കണമെന്ന്. അവിടെ ചെന്നിട്ടുള്ള ചിലരുടെ അവസ്ഥകൾ വളരെ ഭീകരമാണ്. നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയും, ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും അവിടെ മലയാളികൾ ഉണ്ടാവും. ഈ പോക്കാണെങ്കിൽ ഒരു മൂലയിൽ മാത്രം മലയാളികൾ ഉണ്ടാവില്ല. അത് ഈ കേരളത്തിലായിരിക്കും.